ഉള്ളതുപോലെ ജനങ്ങൾ 3 തരക്കാരാണ്. ഒന്നല്ലെങ്കിൽ മുജ്തഹിദായ പണ്ഡിതന്മാർ. അവരെന്തു ചെയ്യണം? അവർ തെളിവുകളിൽ ഗവേഷണം നടത്തുകയും പരിശോധനകൾ നടത്തുകയും അവർക്ക് ശരിയാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യം അത് സ്വീകരിക്കുകയും ചെയ്യണം. മുജ്തഹിദായ പണ്ഡിതന്മാർ. രണ്ടാമത്തെ വിഭാഗം മുജ്തഹിദല്ല, എന്നാൽ ദീനിലെ തെളിവുകൾ നോക്കി മനസ്സിലാക്കാനും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കാനും കഴിവുള്ള മതവിദ്യാർത്ഥികളാണ്. വലിയ പണ്ഡിതന്മാരല്ല, എന്നാൽ അവർ അറിവുള്ള പണ്ഡിതന്മാർ തന്നെയാണ്. പക്ഷേ മുജ്തഹിദായ പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് അവരെത്തിയിട്ടില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഗവേഷണം നടത്താൻ പാടില്ല. പിന്നെ അവർക്ക് എന്തിനാണ് അനുവാദമുള്ളത്? പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുകയും അതിൽ അവർക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട്. ആർക്ക്? മതവിദ്യാർത്ഥികൾക്ക്. മതവിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദീനിൽ വിജ്ഞാനമുണ്ട് എന്നാൽ വലിയ മുജ്തഹിദായ പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഗൾഫിലും മറ്റൊക്കെ ചെന്നാൽ ധാരാളം പണ്ഡിതന്മാരെ കാണും. അവർ മുജ്തഹിദായ പണ്ഡിതന്മാരുടെ പദവിയിലെത്തിയവരല്ല, മറിച്ച് പണ്ഡിതന്മാരാണ്. അവർക്ക് തെളിവുകൾ പരിശോധിക്കാനും മറ്റൊക്കെ വലിയ ഉലമാക്കളുണ്ട്. ധാരാളം ഹദീസുകൾ മനപ്പാടമുള്ള, ഇൽമിൽ വിജ്ഞാനത്തിൽ സമുദ്ര സമാനമായ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ. അവർ മുജ്തഹിദീങ്ങളാണ്. മൂന്നാമത്തെ വിഭാഗം സാധാരണക്കാരായ ആളുകൾ. അവർ ചെയ്യേണ്ടത് അവർക്ക് വിശ്വസ്തരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ആളുകളെ അവർക്ക് തഖ്ലീദ് ചെയ്യാം, അവരെ പിൻപറ്റാം. തെളിവ് അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരാൾ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടയാൾ, അവരോട് പോയി കാര്യം ചോദിക്കുക, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് അവന് ചെയ്യാം. ഇനി നാളെ ഒരു ദിവസം അവന് വ്യക്തമായി ബോധ്യപ്പെടാം അന്ന് അദ്ദേഹം പറഞ്ഞത് തെളിവിന് വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണം? ഈ തെളിവനുസരിച്ച് പ്രവർത്തിക്കണം. പക്ഷേ അവന് സ്വയം ബോധ്യപ്പെട്ടാൽ പോലെ, മറിച്ച് അവന് വിശ്വസ്തതയുള്ള ഒരാൾ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അറിവുള്ള ഒരാൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതല്ലാതെ സാധാരണക്കാർ അവർ ഖുർആൻ തുറന്നു വെക്കുകയും ഹദീസ് തുറന്നു വെക്കുകയും അവനവന് മനസ്സിലാകുന്നതിനനുസരിച്ച് ചെയ്യും, പാടില്ല. കാരണം തെളിവുകൾ പല കോലത്തിലുണ്ട്. നാസിഖ്, മൻസൂഖ്, മുത്ലഖ്, മുഖയ്യദ്, ആം, ഖാസ്, ഇങ്ങനെ പല തെളിവുകളുണ്ട്. എല്ലാ തെളിവും എന്തല്ല എല്ലായിടത്തേക്കും ബാധകമായിരിക്കുകയില്ല. പൊതുവായതുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞ വിധികളുണ്ട്, നിരുപാധികം പറഞ്ഞതുണ്ട്, ഉപാധികളോടെ പറഞ്ഞതുണ്ട്. ആദ്യകാലത്ത് പറഞ്ഞ വിധിയുണ്ട്, പിന്നീട് ദുർബലമാക്കപ്പെട്ട വിധിയുണ്ട്. ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത സാധാരണക്കാർ പോയി പുസ്തകം തുറന്നു വെച്ച് അവനവന് മനസ്സിലായതനുസരിച്ച് ഫത്വ കൊടുക്കുക എന്നത് പാടില്ല, ഒരിക്കലും പാടില്ല. സഹോദരങ്ങൾ, ഈ കാലത്ത് ചില ആളുകൾ ഈ ബുഖാരിയുടെ മുസ്ലിമിൻ്റെയൊക്കെ പരിഭാഷ എടുത്ത് വായിക്കും. എന്നിട്ട് അവൻ തന്നെ ഒരു മുഫ്തിയാണ്. ഹദീസിന്റെ മലയാളമാണ് അവന് വായിക്കുന്നത്, അറബി അവന് വായിക്കാൻ അറിയില്ല. അറബി വായിക്കാൻ അറിഞ്ഞാൽ തന്നെയും അതിൽ ധാരാളം പഠിച്ചാലല്ലാതെ അതിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ മലയാളം നോക്കിയിട്ട് വിധി പറയുന്നവൻ്റെ കാര്യം എന്താ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ പഠിപ്പിക്കുന്നതൊന്നും ഫത്വ പറയാനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യമാണ്. ശരി. അപ്പോൾ നമ്മൾ